പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ തിരുസന്നിധിയിൽ ഈ ദിവസം ഞങ്ങളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവരും ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, എളിയവരായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഈ ആത്മാക്കൾക്ക് നിത്യാശ്വാസം നൽകി സ്വർഗീയ പ്രകാശത്തിലേക്ക്, അങ്ങയുടെ സ്നേഹത്തിലേക്കും കർത്താവെ അങ്ങ് അവരെ ചേർക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നവംബർ മാസം 13-ാം തീയതി നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ആത്മഹത്യയിലൂടെ മരിച്ചുപോയ ആത്മാക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവത്തിനെതിരായിട്ടുള്ളൊരു വിപ്ലവമല്ല, മറിച്ച് ജീവിതത്തിന്റെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ അവർ കടന്നുപോകുന്ന കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾക്ക് വിധേയരായി ദൈവം നൽകിയ വലിയ വിലയേറിയ ജീവന്റെ ആ മഹത്വം മനസ്സിലാക്കാൻ പറ്റാതെ പലപ്പോഴും തനിക്ക് ജീവൻ നൽകിയ ദൈവത്തോട് ഉള്ള ഉത്തരവാദിത്വം മറന്ന് ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. എന്നാൽ തിരുസഭ ഒരിക്കലും ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നീതീകരിക്കുന്നില്ല. അതിൽ തന്നെ പുണ്യമൊന്നുമല്ല, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. എന്നാൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ കടുത്ത അവസരങ്ങളിലൂടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 2282 ഖണ്ഡികയിൽ ഇപ്രകാരം എഴുതുന്നുണ്ട്. അതിന്റെ 2-ാം ഭാഗം: ഗൗരവമായ മാനസിക അസ്വസ്ഥതകൾ, പരീക്ഷണങ്ങളെ കുറിച്ചുള്ള ആശങ്ക അല്ലെങ്കിൽ കലശലായ ഭയം, സഹനം അഥവാ പീഡനം എന്നിവ ആത്മഹത്യ ചെയ്യുന്നയാളിന്റെ ഉത്തരവാദിത്വത്തെ ലഘൂകരിക്കാം. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും അതൊരു രക്ഷപ്പെടൽ ആണ് എന്ന് സഭ ഒരിക്കലും നമ്മെ പഠിപ്പിക്കുന്നില്ല. തുടർന്ന് നമ്മൾ വായിക്കുന്നു 2283 ഖണ്ഡികയിൽ: സ്വയം ജീവനൊടുക്കിയ വ്യക്തികളുടെ നിത്യരക്ഷയെക്കുറിച്ച് നാം നിരാശപ്പെടരുത്. തൻ്റെ നിഗൂഢമായ വഴികളിലൂടെ അവർക്ക് രക്ഷാകരമായ പശ്ചാത്താപത്തിന്റെ അവസരം നൽകാൻ ദൈവത്തിന് കഴിയും. ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ധ്യാന കേന്ദ്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാ ധ്യാനങ്ങളിലും ഒരുപാട് തകർന്ന മനസ്സുമായിട്ട് ആളുകൾ ഇവിടെ വരാറുണ്ട്. അവരുമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയാറുണ്ട്, അച്ഛാ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ധ്യാനത്തിൽ തന്നെ ഓർക്കുകയാണ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുടുംബത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുക. അതിന്റെ സങ്കടവും പേറിയിട്ടാണ് ആ കുടുംബത്തിലെ അവരുടെ പ്രിയപ്പെട്ടവരിവിടെ ധ്യാനിക്കാൻ വന്നേക്കണം. നമുക്കറിയാം, ആത്മഹത്യ ചെയ്യുന്നയാൾ ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ ദുർബല നിമിഷത്തില് അതിൽ നിന്നും രക്ഷപ്പെടാൻ, ജീവിതത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെങ്കിലും അവരുടെ പ്രിയപ്പെട്ടവർക്ക് അത് താങ്ങാനാകാത്ത വലിയൊരു ദുഃഖമാണ്. ആ കുടുംബം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ആ നേരത്ത് ദൈവത്തിന്റെ കരുണയിലേക്ക് അവരെ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതോടൊപ്പം മരണം വഴി ഈ ലോകത്തിൽ നിന്നും കടന്നുപോയ ഈ ആത്മാക്കളെ ദൈവത്തിന്റെ വലിയ കരുണയുടെ സാഗരത്തിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തണം. അവര് കുറവുകളും പോരായ്മകളും ഉള്ളവരാണ്. ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റാതെ ചിലപ്പോൾ അവരുടെ ദുർബല നിമിഷത്തില് അവർക്ക് പറ്റിയ തെറ്റായിരിക്കാം, പക്ഷെ ദൈവത്തിന് അവരുടെ ജീവിതത്തില് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും, അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായം അതിന്റെ 38-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഈ തകർന്ന അവസ്ഥകൾ ഒരുപക്ഷെ ഒരു വ്യക്തിയെ ഇപ്രകാരമുള്ള ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാവാം. പലപ്പോഴൊക്കെ നമ്മുടെ കുടുംബങ്ങളിലോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് പരിചയമുള്ളവരൊക്കെ ഇപ്രകാരമുള്ള അവസ്ഥകളിലൂടെ, ഇരുളടഞ്ഞ അവസ്ഥകളിലൂടെ, രോഗാവസ്ഥയിൽ അല്ലെങ്കിൽ
ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാൻ കഴിയാതെ ഇങ്ങനെ ആത്മഹത്യയിലൂടെ ജീവിതം അവസാനിപ്പിച്ച് കടന്നുപോയിട്ടുണ്ടാകും. ഇന്ന് നമുക്ക് പ്രകാരമുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിന്റെ 34 അധ്യായം അതിന്റെ 18 തിരുവചനത്തിൽ വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, ഒരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തെ അവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നില്ല. ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ ഒരു നിമിഷമെങ്കിലും ദൈവമേ ഞാൻ ചെയ്തു പോയി, തെറ്റിപ്പോയി എന്ന് അവർക്ക് പശ്ചാത്താപത്തോടെ ദൈവത്തിന് മുമ്പിലൊക്കെ പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ കരുണ അവരെ വലയം ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസം ഇപ്രകാരം മരണപ്പെട്ടു പോയവരെ ഓർക്കാം. ഒരുപാട് യുവാക്കള് ജീവിത പ്രതി ദൈവത്തിൽ ആശ്രയിക്കാതെ പലപ്പോഴും ജീവൻ ഒടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധിക്ക് മുന്നിൽ സാമ്പത്തിക ക്ലേശമുണ്ടാകുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ, പരീക്ഷകളെ ഭയപ്പെടുമ്പോൾ, പിന്നെ ഒരുപാട് അവസരങ്ങളിലൊക്കെ ഈ ദൈവാശ്രയം നഷ്ടപ്പെട്ട് പലപ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന് അകന്ന് ഒരു രക്ഷപ്പെടലായിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്കൊക്കെ ഇങ്ങനത്തെ പ്രിയപ്പെട്ടവരുടെ വേർപാട് വളരെ ചുരുക്കം പേർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും, നമ്മുടെ കുടുംബങ്ങളെ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ആ ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. നമ്മുടെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന 2282 ഖണ്ഡികയിൽ നമ്മൾ വായിച്ചു കേട്ടു. 83 ഖണ്ഡികയിലും വായിച്ചു കേട്ടു. ദൈവത്തിന്റെ ആ നിഗൂഢമായ വഴികൾ, തന്റെ നിഗൂഢമായ വഴികളിലൂടെ അവർക്ക് രക്ഷാകരമായ പശ്ചാത്താപത്തിന്റെ അവസരം നൽകാൻ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ ആ മരിക്കാനായിട്ട് പോണ നേരത്ത് ഒരു നിമിഷം ആ വ്യക്തി ചിന്തിച്ച, ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇതെനിക്ക് വേണ്ടായിരുന്നു, പക്ഷേ കയ്യിൽ നിന്ന് പോയ അവസ്ഥ. ഈ അവസരത്തിൽ പശ്ചാത്താപം ആ വ്യക്തിക്ക് കൊടുക്കാൻ ദൈവത്തിന് സാധിക്കും. ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരുമില്ലാത്തൊരു സമൂഹം വെറുത്ത അല്ലെങ്കിൽ ഉപേക്ഷിച്ച കുടുംബങ്ങൾ പോലും ഉണ്ട്. പ്രിയമുള്ളവരെ, ഒറ്റപ്പെടുത്തപ്പെട്ടവര്, അതിന്റെ ദുഃഖവും പേറി കഴിയുന്ന കുടുംബ അംഗങ്ങളുണ്ട്. നമുക്ക് ഈ ദിവസം അവരെയും ഓർക്കാം. മരണം മൂലം വേർപിരിഞ്ഞു പോയ ഈ ആത്മാക്കളെ ദൈവത്തിന്റെ കരുണയിൽ സമർപ്പിച്ച് അവിടുത്തെ ആ സ്വർഗീയ പ്രകാശത്തിലേക്ക്, അവിടുത്തെ സ്നേഹത്തിന്റെ നിറവിലേക്ക് ഈ ആത്മാക്കളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകപുത്രനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ പാപികൾക്ക് വേണ്ടിയും ലോകം മുഴുവനുമുള്ള ഞങ്ങളുടെ കുടുംബത്തിനും തലമുറയിലുമുള്ള എല്ലാ പാപികളുടെ മോചനത്തിനു വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.